അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിയായ ചർച്ചകൾ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് പിൻബലമുള്ള, ഒരുപാട് ചരിത്രങ്ങൾ അരങ്ങേറിയ ഒരു ദിനമാണ് ആഷുറ ദിനം അഥവാ മുഹറം 10. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ആ ദിവസത്തിൽ സംഗമിക്കുവാനും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ നോമ്പ് അനുഷ്ഠിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ഈ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചരിത്രത്താളുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയ ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഈ ദിവസത്തിലെ ഏറ്റവും വലിയ അമൽ നോമ്പ് തന്നെയാണ്. കാരണം ഈ നോമ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് ഈ ലോകത്തേക്ക് കടന്നു വന്ന 2 ലക്ഷത്തിൽ പരം ഇസ്ലാമിക പ്രബോധന പ്രചാരണത്തിനു വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന ഓരോ പ്രവാചകന്മാരുടെയും സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ നോമ്പ് ഏത് ദിവസത്തിലാണ് എന്ന് പരിശോധിച്ചാൽ അത് മുഹറം 10-നായിരിക്കും. അപ്പോൾ ഒരു സമുദായത്തിന് ഫർളായ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മുഹറം 10-നാണ് എങ്കിൽ എത്രത്തോളമായിരിക്കും ഈ മുഹറം 10-ൻ്റെ നോമ്പ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബനു ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് ഈ ദിവസത്തിലായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിവസത്തിലെ നോമ്പിന് 2 പ്രത്യേകതയാണുള്ളത്. ഒന്ന് അസ്യാമുൽ ജാലിബ, മറ്റൊന്ന് അസ്യാമുൽ ദാഫിഅ. എന്താണ് അസ്യാമുൽ ജാലിബ? ജൽബുൽ മൻഫഅത്ത്, ഉപകാരത്തെ വലിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർക്ക് ഉപകാരം ലഭിച്ചിട്ടുണ്ട്. ഈ നോമ്പ് കൊണ്ട്, ഈ ദിവസം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ അസ്യാമു ദാഫിഅ, ഉപദ്രവത്തെ അത് പ്രതികൂലിക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. ഈ 2 സംഭവങ്ങളും, ഉപകാരത്തെ വലിച്ചു കൊണ്ടുവരികയും ഉപദ്രവത്തെ പ്രതിരോധിക്കുകയും ചെയ്ത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ച സംഭവം നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശുദ്ധ ദീൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടൽ പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തി ഉപകാരം നടത്തി. അവിടെ അവർക്ക് സലാമത്ത് നൽകിയ ദിവസം അത് ജൽബുൽ മൻഫഅത്താണ്. അതോടുകൂടെ തന്നെ അതേ സമയത്ത് തന്നെ ഉപദ്രവകാരിയായ ഇസ്ലാമിൻ്റെ ശത്രുവായ, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ തച്ചുടക്കാനുള്ള കുതന്ത്ര ബുദ്ധിയുമായി ഒരുപറ്റം ആളുകളെയും സംഘത്തെയും വഹിച്ചുകൊണ്ട് നടന്ന ഫറോവ ചക്രവർത്തി ഫിർഔനിനെ അവിടെ നിന്ന് ചെങ്കടൽ മുക്കിക്കൊലപ്പെടുത്തിയതും ഈ ദിവസത്തിലാണ്. ആ രണ്ടും, അസിയാമുൽ ജാലിബയും അസിയാമു ദാഫിഅയും, രണ്ടും ഒരുപോലെ പ്രതിഫലിക്കുന്ന ആ 2 സംഭവങ്ങൾ ഒരേ സമയത്ത് അരങ്ങേറിയ ദിവസം അത് മുഹറം 10-ആണ്. ഇനി ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാലും ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിലപ്പുറത്താണ് ഈ ദിവസത്തിലെ സംഭവങ്ങളുള്ളത്. ഒറ്റനോട്ടത്തിൽ പറയുകയാണ് എങ്കിൽ മഹാനായ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10-നാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയത് മുഹറം 10-നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചത് ഈ മുഹറം 10-നാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ മുഹറം 10-നാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ പിളർത്തി അനുയായികളും മൂസാ നബിയും രക്ഷപ്പെട്ടത് ഈ മുഹറം 10-നാണ്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തേക്ക് പിറവി ജനിച്ചത് മുഹറം 10-നാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നു
പുറത്തേക്ക് രക്ഷ പ്രാപിച്ചത് ഈ മുഹറം 10-നാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വർഷങ്ങളോളം ഉള്ള തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത് ഈ മുഹറം 10-നാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉന്നത സ്ഥാനം നൽകിയത് ഈ മുഹറം 10-നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽ മോചിതനായത് ഈ മുഹറം 10-നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൻ്റെ വേദഗ്രന്ഥമാകുന്ന തൗറാത്ത് നൽകിയത് ഈ മുഹറം 10-നാണ്. മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കാഴ്ച തിരിച്ചു നൽകിയ ദിവസം ഈ മുഹറം 10-നാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാരകമായ രോഗം നീക്കിക്കൊടുത്ത ഷിഫാ കൊടുത്ത ദിവസം അത് മുഹറം 10-നാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പുറത്തു കൊടുത്ത ദിവസവും ഈ മുഹറം 10-നാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രാജാധികാരം നൽകിയത് ഈ മുഹറം 10-നാണ്. കൂടാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നേ വരെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത പ്രവാചകർ, എന്നിട്ടുകൂടി കടന്നുപോയതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളുടെയും സാധ്യതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളഞ്ഞ ദിവസം അത് മുഹറം 10-നാണ്. ഈ ദുനിയാവിനെ പടച്ച ദിവസം മുഹറം 10-നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന പരിശുദ്ധമായ മഴ ആദ്യമായി ഈ ലോകത്തേക്ക് വർഷിച്ചത്, ഈ ഭൂമിയിലേക്ക് വർഷിച്ചത്, മഴയെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ മുഹറം 10-നാണ്. ഇനിയും ഒരുപാട് പറയുകയാണ് എങ്കിൽ ഒരുപാട് പറയാൻ പറ്റുന്ന പല സംഭവങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ദിവസത്തിലാണ്. ഖലഖല്ലാഹു സമാവാതി വൽ അർളീൻ, ഈ 7 ലോകത്തെ, ഈ 7 ഭൂമിയെയും 7 ആകാശത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് മുഹറം 10-നാണ്. അള്ളാഹുവാണ് വ ഖലഖൽ ജിബാല യൗമ ആശൂറ, ഈ മാമലകളെ, പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് മുഹറം 10-നാണ്. വ ഖലഖൽ ബഹ്റ യൗമ ആശൂറ, അലതല്ലി ഒഴുകുന്ന സമുദ്രങ്ങളെയും കടലുകളെയും തീരങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതും ഈ മുഹറം 10-നാണ്. വ ഖലഖ അൽ-ലൗഹ വൽ ഖലമ വൽ അർശ, അള്ളാഹുവിൻ്റെ അത്ഭുതമായ പടപ്പാകുന്ന ലൗഹും കലമുമൊക്കെ അള്ളാഹു പടച്ചത് ഈ മുഹറം 10-നാണ്. വ ഖലഖൽ ജന്നത യൗമ ആശൂറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച ആളുകൾക്ക് നാളെ ഒരുക്കി വെച്ചിട്ടുള്ള സുഖലോക സ്വർഗവും അള്ളാഹു പടച്ചത് ഈ മുഹറം 10-നാണ്. ഇത്രയും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി നമ്മൾ അമലുകൾ കൊണ്ട് മുന്നോട്ട് പോകണം. അവസാനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ആരെങ്കിലും ഈ മുഹറം 10-ൻ്റെ ദിവസത്തിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് പറയുന്ന ആ ഒരു ദിക്ർ 70 പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ കഫാഹുല്ലാഹു ശർറ ദാലിക്കൽ ആം, ഈ വർഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഷർറാണോ ആ വ്യക്തിക്ക് കരുതി വെച്ചിട്ടുള്ളത് അതൊക്കെ ഈ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് തട്ടിമാറ്റപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളൊക്കെ സഞ്ചരിക്കുന്നവരാണ്, നമ്മളൊക്കെ വാഹനത്തിലും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നവരാണ്. ആക്സിഡൻറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങൾ അള്ളാഹു വരും വർഷങ്ങളിൽ ബാധിക്കണമെന്ന് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല. എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ ഈ ദിവസത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സുഹൃതങ്ങൾ അഖിലവും നന്നായി മറ്റുള്ളവരിലേക്ക് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.